ഹലോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. നമ്മളിപ്പോൾ ഇതാ പൂനെ എത്തിയിട്ടുണ്ട്. പൂനെയിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു, ഒരാൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു റൂം സെറ്റ് ആയി തന്നത്. അതാണ് പനു. നമ്മളെ നല്ല കട്ട കമ്പനിയാണ്. അപ്പോൾ ഇവൻ സെറ്റായി തന്ന റൂമാണിത്. നല്ല സൗകര്യം, 2 BHK റൂം. അപ്പോൾ ഹാപ്പിയാണ്. ഇന്നലെ ഒരു ദിവസം അടിപൊളി റൂമിൽ താമസിച്ച് ഇന്നിപ്പോൾ ഒരു ഏകദേശം 9:30 മണിയായി. നമ്മൾ 10 മണിയോട് കൂടിയിട്ട് ഇവിടുന്ന് പുറപ്പെടും. ലോനാവാല പിന്നെ അതേമാതിരി മുംബൈ വഴിക്ക് അങ്ങനെ സൂറത്ത് പിടിക്കണം എന്നാണ്. കഴിഞ്ഞോടത്തോളം പോകും. ലോനാവാലയിൽ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ലോനാവാല വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കിയിട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. എല്ലാം നല്ല നല്ല കാഴ്ചകളായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യുക. ആൻഡ് വെൽക്കം ടു ട്രാവൽ റൂട്ട്സ്. ഇറ്റ്സ് മീ റിഷാദ്. അപ്പോൾ ഗായ്സ്, ഇവിടുത്തെ റേറ്റ് 109 റുപ്പീസ്. 1 ലിറ്ററിന് 150 റുപ്പീസാണ് വരുന്നത്. ഗായ്സ്, 109 ലിറ്ററിന് 500 അടിച്ചു. പെട്രോൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ അടിക്കുന്നില്ല. എന്താ വെച്ചാൽ ലോനാവാല 1.5 കിലോമീറ്ററാണ്. പക്ഷേ 1.5 മണിക്കൂർ 66 കിലോമീറ്റർ ഒക്കെ കൂളായിട്ട് എത്തും. പിന്നെ മുംബൈ ആണ്. അതിന് മുന്നേ ഇനി ഫുഡും കൂടി കഴിക്കണം. ഇനി കാഴ്ചകൾ കാണാം. ഇതേപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അഹമ്മദാബാദൊക്കെ ഇതേപോലെ തന്നെ ബസ്സിനായിട്ട് പ്രത്യേക ഒരു ട്രാക്കാണ്. നമ്മളെ ട്രെയിനൊക്കെ പ്രത്യേക ട്രാക്കില്ലേ, അതേമാതിരി ഇപ്പോൾ നല്ല ഐഡിയ ആണ്. അതായത് ബസ്സുകൾ ലേറ്റ് ആവില്ല. ഇതിൻ്റെ അതെ ഇതാ ഇത് അതെ ആ ബസ് പോകണുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ടോ. ബസ്സിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ട്രാക്ക്. അതൊക്കെ നല്ലൊരു ഓപ്ഷനാണല്ലേ. പക്ഷെ ഒരു മെട്രോ മസ്റ്റാണ്. മെട്രോന്റെ പണി നടക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. പൂനെ മുംബൈ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. സംഗതി ഇതിൽ ബൈക്ക് അലൗഡില്ല. അറിയാതെ കയറി പോയതാണ്. പക്ഷേ എക്സിറ്റ് കിട്ടാനുമില്ല. ഏതെങ്കിലും എക്സിറ്റ് കിട്ടിയാൽ അതിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ പണി കിട്ടും. പക്ഷേ നല്ല രസമുള്ള കാഴ്ചകളാണ് രണ്ട് സൈഡും നോക്കിയാൽ, അവിടെ ഇവിടെയും. ഇതിപ്പോൾ എന്താണെന്ന് അറിയില്ല. എക്സിറ്റ് എവിടെയും കിട്ടിയിട്ട് ബൈക്ക് റൂട്ടിലേക്ക് മാറ്റണം. എന്താ വെച്ചാൽ ഇതിൽ മറ്റുള്ള വെഹിക്കിൾസ് മാത്രമേ പോവുള്ളൂ. ബൈക്കിന് തീരെ അലോഡില്ല. ഒരു ബൈക്ക് കാണാനായിട്ട്, ഒറ്റ ബൈക്ക് പോലും കാണാനായിട്ടാണെങ്കിൽ നമുക്കൊരു സമാധാനമില്ല. അവിടെ നിന്ന് എങ്ങനെയൊക്കെ എക്സിറ്റ് അടിച്ചു. ഒരു ടോൾ പ്ലാസ വന്നിരുന്നു, അവിടെ നിന്ന് അങ്ങോട്ട് എക്സിറ്റ് അടിച്ചു. ബൈക്ക് റൂട്ടിലേക്ക് കയറ്റി. ഇവിടുന്നും വേറൊരു ബൈപ്പാസ് ഉണ്ട്. പഴയ ബൈപ്പാസ് ആയിരിക്കണം, അല്ലെങ്കിൽ ബൈക്കുകൾ പോകാൻ വേണ്ടിയിട്ടുള്ള ബൈപ്പാസ് ആയിരിക്കണം. രണ്ട് ഭാഗത്തും മലകൾക്കിടയിലൂടെ എന്തൊക്കെ കാഴ്ചകൾ കാണുന്നത്. സഫു പേടിച്ചു വന്നിട്ടുണ്ട് ആ റൂട്ടിൽ പോയിട്ട്. എന്തായാലും കുഴപ്പമില്ല, പോയി നോക്കാം. പൂനെ ടു മുംബൈ ഓൾഡ് ഹൈവേയിലേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഇപ്പോൾ അത് 2 വരിപ്പാത ആയിട്ടുണ്ട്. പക്ഷെ അത് 3 വരിപ്പാത അടിപൊളി. എപ്പോഴെങ്കിലും പോകുന്ന ബസ്സും വണ്ടികളൊക്കെ ആയിട്ട് അങ്ങനെ പോവായിരുന്നു. ഇതിൽ ഫുള്ള് ബൈക്കുണ്ട്. ചെറിയൊരു സ്ലോ റണ്ണിങ് ഉണ്ടാവും. എന്നാൽ കുഴപ്പമില്ല, നമ്മൾ പോവന്നെ. നമുക്ക് വെറുതെ അതിലേക്ക് കയറിയിട്ട് ഫൈൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ഇതിലേ പോകുമ്പോൾ. സ്ഥലങ്ങളൊക്കെ അടിപൊളി, ഒരു രക്ഷയില്ല. അങ്ങനെ ലോനാവാല എത്തി. ലോനാവാലയിൽ നല്ല റഷാണ്. ഈ ലോനാവാലയിൽ ചിക്കി എന്ന് പറഞ്ഞ ഒരു സ്വീറ്റ്സ് ഉണ്ട്. അത് ഭയങ്കര ഫേമസ്. എല്ലാ ഷോപ്പിൻ്റെ മുന്നിലും ലോനാവാല ചിക്കി എന്ന് എഴുതിയിട്ടുണ്ട്. മംഗലാൽസ് ചിക്കി എന്നാണ് ഇത്. മംഗലാൽസ് അത് സംഭവം മനസ്സിലാവില്ല. ആരെങ്കിലും ഒന്ന് പറയണേ. ഇവിടെ കാണുന്ന കാഴ്ചയാണ്. അതായത് ഇവിടെ ബസ് സർവീസ് ഒന്നുമില്ല എന്നാണ്. ഇതേപോലെ ആൾക്കാരെ എല്ലാ വണ്ടിയിലും ഇങ്ങനത്തെ ഗുഡ്സ് വണ്ടിയിലാണ് കയറ്റി കൊണ്ടുപോകണമെന്ന്. എന്താണാവോ അത്.
ഒരുപാട് വണ്ടിയിലതാ പോകുന്ന വണ്ടിയിലും എല്ലാത്തിലും അങ്ങനെയാണ് ആൾക്കാരെ കയറ്റി കൊണ്ടുപോകണം. ബസ് സർവീസ് ഇല്ലാത്തൊരു സ്ഥലമായിരിക്കണം. ഇങ്ങനെ ലോനാവാലൻ്റെ ഏതൊക്കെയോ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലേക്ക്, അതായത് ലേക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരാളോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞാൽ ഈ റോഡിന് വിട്ടാൽ മതി. അപ്പം അവിടെ ഒന്ന് പോയി നോക്കട്ടെ എന്താണ് പോയിൻ്റ്, എന്താണ് സംഭവം എന്ന്. അങ്ങനെ സിംഗിളിൻ്റെ ലോനാവാല ട്രിപ്പിലൂടെ പോകുമ്പോൾ വ്യൂ പോയിൻ്റ് തപ്പിത് കണക്കാം. നമ്മൾ കാണാൻ കിട്ടുന്നില്ല വ്യൂ പോയിൻ്റ്. നല്ല കുത്തനുള്ള കയറ്റാണ്, തണുപ്പ് കൂടിക്കൊണ്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ വ്യൂ പോയിന്റ് എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടായാൽ മതിയായിരുന്നു. ഇത്രയും കയറിയതല്ല എന്തായാലും. പക്ഷെ ട്രൈ ചെയ്യായിരുന്നു അല്ലേ? ഒരു വാട്ടർഫോൾസ് അതാ. ഓ നോക്ക്, അത് നമ്മൾ അവിടുന്ന് കയറി വന്നു കേട്ടോ. ടയർഡായോ? ഫുള്ള് ഇവിടെ ഈ വ്യൂ പോയിന്റ് ലോനാവാല ഈ വ്യൂ പോയിന്റിൽ ഫുള്ള് ഫുഡ് സ്ട്രീറ്റാണ് ഇവിടെ മൊത്തം കാണുന്നല്ലേ. ഫുഡ് കാര്യം കുറച്ച് എക്സ്പെൻസ് ആട്ടോ. നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടില്ലേ. അങ്ങനെ നമ്മൾ ലോനാവാല വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളി വ്യൂ പോയിന്റ് ആട്ടോ. അതായത് നട്ടുവച്ചാണ്, പക്ഷെ കുറച്ചൊരു വെയിലുണ്ട്. തണുപ്പുണ്ടെങ്കിലും വെയിലിൻ്റെ ഒരു പ്രശ്നം എപ്പോഴും ഒരു പ്രശ്നം തന്നെയാണല്ലോ. അപ്പോൾ ഗായ്സ്, ലോനാവാലയിലെ ഈ ഒരു വ്യൂ പോയിൻ്റ് ഏകദേശം ലോനാവാലയിൽ നിന്നും ടൗൺ സിറ്റിയിൽ നിന്നും ഒരു 5-10 കിലോമീറ്റർ മുകളിലോളം ഓടിയിട്ടുണ്ട്. എന്തായാലും വന്നാൽ അടിപൊളി കാഴ്ചയാണ്, വേർത്താണ്, അടിപൊളിയാണ്. എങ്ങനെ ഫീലിങ്? വെയിലുണ്ട്. നമ്മൾ കറക്റ്റ് 2 മണിക്കാണ് വന്ന് കയറിയത്. അപ്പം അതുകൊണ്ടുള്ളൊരു ഫീലുണ്ട്. ആ ഒരു ചെറിയ ചടപ്പ് തന്നെ. ഒന്നുകൂടി നേരത്തെ ആണെങ്കിലും അടിപൊളിയായിരിക്കും അല്ലേ? കുറച്ചുകൂടി. അപ്പോൾ ലോനാവാല വരുന്നവർ ഇത് മസ്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഈ കയറി വരുന്നവർ തന്നെ ഒരു ഡാമും ഉണ്ട്. അത് ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം എന്തായാലും. അപ്പം ഇനി നമുക്ക് തിരിച്ച് മുംബൈയിലേക്ക് പോകാം. മുംബൈ ഈ സൂറത്താണ്. സൂറത്ത് ഇനി കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ 350 കിലോമീറ്റർ റോഡുണ്ട്. അപ്പം മുംബൈയിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ സൂറത്ത് പിടിക്കാമെന്നുള്ള ഒരു വൈബിലാണ്. അപ്പം ബാക്ക് ടു റൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇനി നേരെ മുംബൈ. ഡ്രോണോ? അത് കാരണം എന്താ വെച്ചാൽ നല്ല വ്യൂ ഒക്കെ കിട്ടുമായിരുന്നു അല്ലേ. ഡ്രോൺ എടുത്താൽ അടിപൊളി വിഷ്വൽ കിട്ടുമായിരുന്നു. പക്ഷേ ഞാൻ വരുന്ന വഴിക്ക് കണ്ടില്ലായിരുന്നു. ഒരു എയർഫോഴ്സിൻ്റെ ഒരു ഓഫീസുണ്ട്, വലിയ ക്യാമ്പുണ്ട്. പിന്നെ അതേമാതിരി നേവി, ശിവാജി നേവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേറൊരു സിസ്റ്റം ഉണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ തന്നെ കാണിച്ചു കൊടുത്താൽ വലിയ പ്രശ്നമാണ്. നമ്മൾ കഴിയുന്നതും അങ്ങനത്തെ ഏരിയകളിലൊന്നും ഡ്രോൺ യൂസ് ചെയ്യാണ്ടൊക്കെ അത് ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് മാറും. അപ്പം അതുകൊണ്ടാണ് ഡ്രോൺ എടുക്കാത്തത്. അപ്പോൾ നമ്മൾ സഫു ഇനി മുംബൈയിലേക്കാണ് പോകുന്നത്. അപ്പോൾ സൂറത്ത് കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ മുംബൈയിലേക്ക് മാക്സിമം വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ കാണാം. ഒരു മല പകുതി കയറി വെച്ചിരിക്കണ, കയറാലോ അങ്ങോട്ട്. പൊളിയാട്ടത്. ഇത് കയറാൻ പറ്റുന്ന മല കേട്ടോ. കയറി ഇതിങ്ങനെ നടന്നു പോവാം. പക്ഷെ നമ്മൾ കയറുന്നില്ല, പോവാം അല്ലേ. ഈ റൈറ്റ് സൈഡിൽ ഒടുക്കത്തെ കുഴിയാണ് മോനെ. കുഴി നല്ല ഉള്ളോട്ടേക്കുള്ള കുഴിയാണ്. അടിപൊളി. ഈ ലോനാവാലയിൽ എല്ലായിടത്തും ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റ് അല്ലേ. അതുകൊണ്ടാണ് ഈ പോയിന്റ്സ് എന്നല്ലേ പറയുന്നത്. അതെ, ഈ പോണ വഴിക്കൊക്കെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അത് നമ്മൾ എക്സ്പ്രസ് ഹൈവേ കയറിയാൽ കിട്ടണമെന്നില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എക്സ്പ്രസ് ഹൈവേ പോയിട്ട് ഇതേമാതിരി പോയിന്റ്സുകളൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ പോകാമെന്നുള്ളൂ. പക്ഷേ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് വണ്ടി നിർത്തിയിട്ടൊക്കെ ഫോട്ടോ എടുക്കുക, അവിടെ സാധനങ്ങൾ വാങ്ങി തിന്നുക, അങ്ങനത്തെ ഒക്കെ ഒരു കൺസെപ്റ്റാണ്. ഇതൊരു മഴക്കാലമൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി പൊളിയായിരിക്കും. ഒരു മഴയൊക്കെ പെയ്താൽ അടിപൊളിക്കും.
ശരിക്കും ഗായ്സ് പിന്നെയും ഗൂഗിൾ അമ്മച്ചി പണി തരാൻ വിചാരിച്ചു. അതായത് പിന്നെ എക്സ്പ്രസ് ഹൈവേയിൽ കയറ്റാനുള്ള പുറപ്പാടിലായിരുന്നു. അത് നമ്മൾ പിന്നെ ഗൂഗിൾ മാറ്റി ചെയ്തപ്പോഴാണ് പിന്നെ റെഡി ആയത്. ഭയങ്കര പ്രശ്നമാണ്. എന്താ വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൊണ്ട് പോയിട്ട് ഫൈൻ വാങ്ങേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇതിലേ പോകാം. വാവ്, ആ കുന്നാണ് കേട്ടോ നമ്മൾ ഇറങ്ങി വന്നത്. മൊത്തം ഇത്രയ്ക്കും വലിയ കുന്ന്. അത് നമ്മൾ ശരിക്കും എവിടുന്ന് അറിയാം സഫു, ആ ഗോവയിൽ നിന്നും കയറിയ കുന്നില്ലേ, അത് ശരിക്കും ഗോവ വഴി കയറിയ കുന്നാണ്. മൊത്തം ഈ മഹാരാഷ്ട്ര മറ്റേ പൂന പ്രദേശങ്ങൾ മൊത്തം ആ ഗോവ അവിടുന്ന് താന്നിട്ടാണ് നമ്മൾ മുംബൈയിലേക്ക് ഇറങ്ങുന്നത്. മുംബൈയിലേക്ക് ഇവിടുന്നും ആ മലകളൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടോ ഗൈസ്. അപ്പോൾ മുംബൈയിലേക്ക് ഇവിടുന്നും 88 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. 2 hours 13 മിനിറ്റുമാണ് കാണിക്കുന്നത്. ഒരു കുറച്ച് കേരള ടീം പോകണമെന്ന്, തിരിച്ചു പോകണമെന്ന്. പോയി നോക്കട്ടെ, വിളിച്ചോട്ടെ. ഏതാണ് അവർ? കേരള ടു കാശ്മീർ. മച്ചാമാരെ എന്താണ്, എവിടുന്നാണ്? കോഴിക്കോടോടെ മാങ്കാവോ? അല്ല, ഞാനിതാ അപ്പോൾ ഇറങ്ങി കോഴിക്കോട്. നമ്മളിങ്ങനെ പോവാ കാശ്മീർ. ആ കോഴിക്കോട് കല്ലായിയാണ്. ഞാൻ കാളറോഡ് തറവാട്. എന്താണ് പേര്? ഋഷാദ്. നമ്മൾ കുറേ ഓടിയപ്പോൾ അതാ കുറച്ച് മലയാളീസ് ആരാന്ന് ചോദിച്ച സമയത്ത് ഫുള്ള് കോഴിക്കോട്ടാണ് കേട്ടോ. ഫുള്ള് കോഴിക്കോട്ടാർ. ഇതാ കോഴിക്കോട് നിന്നും പുറപ്പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഇതാ അവർ മുംബൈ എത്താൻ ഇനി ആകെ 62 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒന്ന് സംസാരിച്ച് എല്ലാവരും പരിചയപ്പെടാം. പേരെന്താ? ഷാഫിക്ക് പെരുമണ്ണല്ലേ? കിണാശ്ശേരി, കോഴിക്കോട് കിണാശ്ശേരിയിലാണ്. യൂട്യൂബ് ചാനലുണ്ട്. മൂപ്പരെ സപ്പോർട്ട് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ. ആകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, പക്ഷേ എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ. അതെ, അപ്പോൾ മൂപ്പര് സപ്പോർട്ട് ചെയ്യുക. എന്താ പേര് പറഞ്ഞോളൂ? ഇതിൻ്റെ ട്രാവലിംഗ് ഗൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടില്ലേ? എല്ലാ ദിവസവും. ഓക്കെ, എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മളെ പേരെന്താണ്? ഉമേദ്. സ്ഥലം പെരുമണ്ണ. നമ്മളെ ഒക്കെ കോഴിക്കോട്ടാണ്. ഒരാൾ മാത്രമേ ഉള്ളൂ മലപ്പുറം. മലപ്പുറമാണ്. ആ, പിന്നെ എൻ്റെ പേര് ഫാസിൽ. മലപ്പുറമാണ്. അതാ മലപ്പുറത്തിൻ്റെ ആ ഒരു സ്ലാങ് ആണ് അല്ലേ? എവിടെയാണ് മലപ്പുറം? എവിടെയാണ്? മലപ്പുറം നിലമ്പൂര്. ആ, വണ്ടൂര് ചെറുകോട് അല്ലേ? അപ്പോൾ പുള്ളി കോഴിക്കോട് ഫറൂഖ് കോളേജിൻ്റെ അവിടെയാണ്, കോഴിക്കോടിൽ. അപ്പോൾ ഇത് കണ്ടുമുട്ടിയതിൽ സന്തോഷം. അടിപൊളി. എല്ലാവരും സേഫായിട്ട് ചെയ്യുക. അതായത് സൈഡിൽ കൂടെ ഒക്കെ പോവാം. ഇത്രയും എത്തിയില്ല, ഇനി അങ്ങോട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അങ്ങനെ നേരിട്ട് തന്നെ പോയിക്കോട്ടെ. പിന്നെ അടിപൊളി കേട്ടോ. അവർ ഇത് എത്ര ദിവസം കൊണ്ട് അവിടെ എത്തുന്നത്? 45 ദിവസം കൊണ്ട് അവിടെ എത്താനാണ് പ്ലാൻ. ഓക്കെ, ഇറങ്ങിയിട്ട് 16 ദിവസമായി. 16 ദിവസമായി. അപ്പോൾ 16 ദിവസം ഈ ചെലവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ചെലവ് കാര്യങ്ങൾ കുറെ ആൾക്കാർ സഹായിച്ച് മലയാളികളുണ്ട്. ഇന്നലെ മലയാളികളെ കൂടെ ഇനി സ്വീകരണം തന്നെ നമുക്ക് തന്നു അവിടെ. അടിപൊളി. അങ്ങനെ തന്നെ പോകുന്നുണ്ട്. പിന്നെ കിടന്നുറങ്ങല് സാധാരണ പെട്രോൾ പമ്പിൽ ടെന്റ് അടിക്കും. പെട്രോൾ പമ്പ് സമ്മതിക്കും അവര്? ഇതുവരെ സപ്പോർട്ടാണ്. നമുക്ക് കിട്ടിയില്ല. എന്തെങ്കിലും പോണോക്കി എന്താ പണി ഇതുവരെ കിട്ടിയോ? അല്ല, വേറെ ജനങ്ങളെ കൊണ്ട് എല്ലാവരും സപ്പോർട്ടാണ്. സൈക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ്. എത്ര ആൾക്കാർ ക്ലബ്ബൊക്കെ ഉണ്ടാവും, സൈക്ലിംഗ് ക്ലബ്ബ് കാര്യങ്ങളൊക്കെ ഓരോ സംസ്ഥാനങ്ങളെത്തിയാലും സപ്പോർട്ട് ചെയ്യാനുള്ള ക്ലബ്ബുകളുണ്ട്. കേരളത്തിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതുവരെ സേഫായി എത്തി. ഇനി അവിടെ എത്തിയിട്ട് ലഡാക്ക്, മണാലി, മഞ്ഞുണ്ട് മൊത്തം കാണാനുള്ള പരിപാടിയിലാണ്. എല്ലാം 4 ആൾക്കാരുണ്ട് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ മുംബൈൻ്റെ പുറത്ത് എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ഇവരെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം. നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഹാപ്പിയാക്കാം. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഞങ്ങൾ പിരിയാണ്. ഇവരും അവരേക്ക് ഞാൻ പെട്ടെന്ന് പോയിട്ട് മുംബൈ എത്തും. ഇവർ പതുക്കെ മെല്ലെ വരുള്ളൂ. 62 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് രാത്രിത്തേക്ക് എത്തുമോ? അപ്പോൾ അതാ നമ്മളെ മച്ചന്മാർ മൊത്തം നമ്മളിവിടെ വരെ ഒഴിവാക്കി പോകണം. ഇനി മുംബൈ, സൂറത്ത് ആ ഭാഗങ്ങളിലൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ ഇൻഷാല്ലാ എന്തായാലും കാണും. അപ്പം ബൈ, ഹാപ്പി ജേണി. എല്ലാവരും പൊളിച്ചെടുക്കുക. ബൈ 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 ബൈ. അപ്പോൾ ബൈ. അതൊക്കെ ഒരു വേറെ തന്നെ സ്പിരിറ്റാട്ടോ. സൈക്കിളിൽ
എത്രത്തോളം ദൂരം പോവാന്ന് പറയുന്നത്. അല്ല അതപ്പോൾ സൈക്കിളിലൊക്കെ ഒരു ടീം പോവാന്ന് പറഞ്ഞാൽ നല്ല വൈബുള്ള ടീം, ഒരു രക്ഷയില്ലാത്ത ടീം. അവരൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ആ യൂട്യൂബ് ചാനലിൻ്റെ ഗ്രൂപ്പ് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ഫുഡ് കഴിച്ചുകൊണ്ടൊക്കെ ഒരു പതുക്കെ വരും. ഇതാ യൂട്യൂബ് ചെയ്തുകൊണ്ടൊക്കെ ഉണ്ട്. അതൊരു യൂട്യൂബർ, എല്ലാവരും യൂട്യൂബർ തന്നെയാണ്. എന്താ വെച്ചാൽ ഇത് ജനങ്ങൾ കാണുമ്പോഴാണല്ലോ അല്ലേ. അപ്പോൾ ഓക്കെ, നമുക്ക് ബാക്ക് ടു റൈഡ്. സഫു വേറെ ലെവല് ടീമില്ലേ, ഏതാണ്? അതെ അതെ, അതല്ല അവര് ഒരേ സ്പിരിറ്റ്. അതായത് ഇത്രയും വൈകുന്നേരം വരെ ഓടിച്ചിട്ട് അവിടെ എത്തിയിട്ടും ഒരു ടയേർഡും ഇല്ല, ഫുൾ എനർജിയിൽ. അത് അല്ലേ ഇതൊന്നും ഭയങ്കര ഭയങ്കര ലൈക്ക് അടിച്ചത്. എന്താ വെച്ചാൽ ബൈക്ക് എന്നൊക്കെ പറഞ്ഞ് ഓടിച്ച് വരാന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഇല്ല. നമുക്കിങ്ങനെ ഓടിച്ചുകൊണ്ട് എനർജി ലോസ് ആവുന്നില്ല. ആകെ വെയിൽ തട്ടിയിട്ടുള്ള എനർജി ലോസ് ആവുന്നല്ലാണ്ട് മറ്റുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് മൊത്തത്തിൽ ഹെൽത്ത് മൊത്തത്തിൽ എനർജി ലോസ് ആവില്ല ചെയ്യുന്നത്. ഹെൽത്തിന് ഓക്കെ നല്ലതാണ് സൈക്കിൾ ഓടിക്കുന്നത്, എത്ര ദൂരം ഓടിക്കലും. പക്ഷെ അവർ നന്നായി റെസ്റ്റ് എടുത്തിട്ടാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പം അവരെ പൊളി, രക്ഷയില്ല, തകർത്ത്. അതെ, ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചലാണ് അവർ ആ സൈക്കിൾ എടുത്തിറങ്ങിയത്. അതെ, മഹാരാഷ്ട്രയിലൊക്കെ നല്ല ചൂടുണ്ട്, പക്ഷെ എന്നാലും അതിൽ ഒന്നുണ്ട് കഫു. അതായത് ഡ്രീം അച്ചീവ് ചെയ്യാന്ന് പറയുന്ന ആ ഒരു റിസ്കിൽ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായിരിക്കും. ഒരു തമ്മിൽ തന്നെ ഭയങ്കര കെമിസ്ട്രി. അതെ അതെ അതെ, അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പ് പക്കാ സക്സസ്ഫുൾ ആവും. മുംബൈൻ്റെ കാഴ്ചകളിലേക്ക് പോകുമ്പോൾ തന്നെ അടിവരട്ട് പറയേണ്ടത് ബിൽഡിങ്ങും. പക്ഷെ മുംബൈയിൽ ഒരുപാട് ബ്ലോക്ക് ഒക്കെ ഉണ്ട്, ഭയങ്കര സ്ട്രെച്ചറും കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ നന്നായിട്ടുള്ള അതിനനുസരിച്ചിട്ട് ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളും പോകുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ബിൽഡിങ്ങുകൾ അത് തീർച്ചയായിട്ടും മുംബൈ തന്നെയാണ്. 4 വരി പാത, 1, 2, 3, 4, അങ്ങോട്ട് മാത്രം 4 വരി പാത, അവിടുന്ന് ഇങ്ങോട്ടും 4 വരി പാത. ഏകദേശം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട്, ദുബായിനോട് ഏകദേശം കിടപിടിക്കാൻ വരുന്ന ഇങ്ങനത്തെ റോഡ്, ഈ 4 വരി പാത, അത് ഒരു സംഭവം തന്നെ. എന്താ വെച്ചാൽ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു റോഡുണ്ട്. അത് നമ്മൾ ഈ വണ്ടി ടാക്സ് കൊടുത്തിട്ട് ഓടിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന് പുറത്ത് വന്നാൽ നമുക്ക് മുതലാവുള്ളൂ എന്നുള്ളത് അത് 100% ഉറപ്പാണ്. ഇതൊക്കെ പാർട്ട് ഓഫ് മുംബൈ ആണ്. ബട്ട് സിറ്റിയിലേക്ക് 33 കിലോമീറ്റർ, അതായത് നമ്മുടെ താജ് ഹോട്ടല് അതൊക്കെ ഉള്ള. ദുബായിൻ്റെ ഒരു ചെറിയ മിനി ദുബായ് എന്നല്ല, പക്കാ ദുബായിൻ്റെ ഏകദേശം ഒരു സ്ട്രക്ചറും കാര്യങ്ങളും മൊത്തത്തിലാണ്. അത് മറ്റേ ഷാർജ ബോർഡർ സാറ സെൻറ്റർ മാതിരി ഉണ്ട് ദുബായിൻ്റെ. പക്ഷെ എന്തെന്നാലും മുംബൈ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണത്. മുംബൈൻ്റെ ഏതോ ഒരു തെരുവോരങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെത്തോ എന്തെത്തുന്നൊന്നും അറിയില്ല. എന്തായാലും 6-6:30 റൂം എടുക്കണം, അതാണിപ്പോൾ ലക്ഷ്യം. അപ്പോൾ ഗൈസ്, നമ്മൾ ഓടി മുംബൈ എത്തിയിട്ട് മുംബൈ നായക് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് റൂം എടുത്തിട്ടുണ്ട്. ഈ റൂം ഒരു ചെറിയ റൂമാണ്, 1500 റേറ്റ് വരുന്നത്. അപ്പോൾ അവിടെ കിടന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി കഴിച്ചു. അപ്പം എഡിറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നല്ല ടയർഡാണ്. ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങണം. നാളെ രാവിലെ എണീച്ചിട്ട് മുംബൈ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നേരെ സൂറത്ത് വെച്ച് പിടിക്കണം. അപ്പം ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ.